ഹലോ ഗായ്സ്, ആർക്കെനെക്സിൽ നിന്ന് നന്ദു ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ സോഷ്യൽ പരീക്ഷ തൊട്ടടുത്തെത്തിയിട്ടുണ്ട്. അപ്പം ഏകദേശം ഹിസ്റ്ററിയും ജോഗ്രഫിയും കൂടിയും പഠിക്കണം. എങ്ങനെയൊക്കെ പഠിക്കാം, ഏതെല്ലാം രീതിയിൽ പഠിച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും, ഇതൊക്കെ നിങ്ങൾ പ്രധാനമായി ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടാകും. വളരെ സിമ്പിൾ ആയി പറയുകയാണെങ്കിൽ ഒട്ടാകെ നമ്മൾക്ക് പഠിക്കാനുള്ള ചാപ്റ്ററുകളുടെ എണ്ണം 17 ചാപ്റ്റർ ആണ്. ഈ 17 ചാപ്റ്റർ പഠിക്കണം നിങ്ങൾ ഞാൻ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മുടെ എന്താ പറയുക സർക്കാർ പ്രധാനമായി വെയിറ്റേജ് പുറത്തു വിട്ടിട്ടുണ്ട്. ഈ വെയിറ്റേജ് നോക്കി പഠിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർക്ക് നേടാനും നല്ലൊരു A+ലേക്ക് തന്നെ നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റും. അപ്പൊ നമ്മൾ ഓരോ ചാപ്റ്റർ വൈസ് വെയിറ്റേജുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ഹിസ്റ്ററിയിലേക്ക് കടക്കാം. ഹിസ്റ്ററിയിലേക്ക് കടക്കുന്ന സമയത്ത് നമുക്ക് അറിയാം ഏകദേശം 9 ചാപ്റ്ററുകളാണ് മക്കളെ നമ്മൾ പഠിക്കുന്നത്. ഏകദേശം 9 ചാപ്റ്റർ. ഇതിനകത്ത് ഒന്നാമത്തെ ചാപ്റ്റർ ഹ്യൂമാനിസം, ഏകദേശം 6 മാർക്കാണ് വെയിറ്റേജ് ഉള്ളത്. അത്യാവശ്യം 1 വേർഡ് വരാൻ സാധ്യതയുള്ള ഒരു ചാപ്റ്ററും കൂടിയാണ് മനസ്സിലാക്കുക. രണ്ടാമത്തത് ലിബർട്ടി, ഇക്വാലിറ്റി, ഫെർട്ടേണിറ്റി എന്ന് വെച്ചാൽ നമ്മളെ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ഫ്രഞ്ച് വിപ്ലവം വരുന്ന ഭാഗം. ഈ ഭാഗത്ത് നിന്ന് 4 മാർക്കിന്റെ ഒരു ഷോർട്ട് ടെസ്റ്റ് 4 മാർക്കാണ് മാക്സിമം മാർക്ക് വരുന്നത്. അടുത്തത് പ്രധാനമായിട്ട് സോഷ്യൽ അനലൈസിസ് ത്രൂ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് വെച്ചാൽ നമ്മൾ കോമൺ സെൻസ് നോളജ് പോലുള്ള കുറെ കാര്യങ്ങൾ ഇതിൻ്റെ അകത്താണ് പഠിക്കുന്നത്. പക്ഷേ വളരെ ചെറിയ വെയിറ്റേജ് ആണ്, 2 മാർക്കാണ്. അതുപോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റർ ആണ്. അടുത്ത വെൽത്ത് ആൻഡ് ദ വേൾഡ് അല്ലെ, ഒന്നാം ലോക മഹായുദ്ധം, ഫസ്റ്റ് വേൾഡ് വാർ, സെക്കൻഡ് വേൾഡ് വാർ ഒക്കെ പ്രധാനമായിട്ട് വെൽത്ത് ആൻഡ് ദി വേൾഡിലാണുള്ളത്. ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ് എന്ന് പറയുന്ന മക്കളെ 5 മാർക്കാണ്. അപ്പൊ അത് അത്യാവശ്യം പഠിക്കണം എന്ന് നിങ്ങൾ ഓർത്തു വെച്ചോളൂ. അടുത്തത് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ പബ്ലിക് ഒപ്പീനിയൻ അഥവാ പൊതുജന അഭിപ്രായത്തിന്റെ ചാപ്റ്റർ ആണ്. ഇതിന്റെ അകത്തുനിന്ന് 4 മാർക്കാണ്. വളരെ ചെറിയ ചാപ്റ്റർ ആണ്. അതുപോലെ തന്നെ കുറെ 1 വേർഡ് ചോദിക്കാനൊന്നുമില്ല, നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പഠിച്ചു പോകാൻ പറ്റുന്ന ചാപ്റ്റർ ആണ് എന്ത്, ഈ പബ്ലിക് ഒപ്പീനിയൻ അഥവാ പൊതുജന അഭിപ്രായത്തിന്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേഗം വായിച്ച് മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ചാപ്റ്റർ ആണ്. അടുത്ത പ്രധാനമായിട്ട് മാസ് മൂവ്മെന്റ് ഫോർ ദ ഫ്രീഡം, പ്രധാനമായിട്ട് സ്വാതന്ത്ര്യം എന്ന് വെച്ചാൽ നമ്മളുടെ ഗാന്ധിജിയുടെ ചാപ്റ്റർ ആണ്. 6 മാർക്കിനാണ് ചോദിച്ചത്. ഇതിന്റെ അകത്തുനിന്ന് ഒരു എസ്സേ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തത് നമുക്ക് ഗ്ലിംപ്സസ് ഓഫ് ഫ്രീ ഇന്ത്യ എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടെ ഇന്ത്യ എങ്ങനെയായിരുന്നു എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. 4 മാർക്കാണ് വെയിറ്റേജ് പറയുന്നത്. ഏകദേശം അത് പ്രധാനമായിട്ട് ഒരു 3 കാര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ച് 4-5 ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ച ചാപ്റ്ററിന്റെ പകുതിയോളം നമ്മൾ അവിടെ തീരുന്നതാണ്. അടുത്തത് ഡെമോക്രസി ആൻഡ് ഇന്ത്യൻ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ. വളരെ വലിയ ചാപ്റ്റർ ആണ് അല്ലെ മക്കളെ, വളരെ വലിയ ചാപ്റ്ററും ഏറ്റവും കൂടുതൽ കൺസെപ്റ്റ് ഈ ചാപ്റ്ററുകളിലൊക്കെ നോക്കുന്ന സമയത്ത് ഇതാണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങാനും ഇതിനെ കൊണ്ട് സാധിക്കും. കാരണം വെച്ചാൽ കാര്യങ്ങൾ മനസ്സിലാക്കി അങ്ങോട്ട് എഴുതാൻ തുടങ്ങിയാൽ ഈ ചാപ്റ്റർ നമ്മുടെ ഒപ്പം അങ്ങോട്ട് പോരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഒന്ന് നോക്കാം. ഓക്കെ, അടുത്തത് പ്രധാനമായി നോ ദ ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റം, സാമൂഹിക വ്യവസ്ഥയെ കുറിച്ചുള്ള ഒരു ചാപ്റ്റർ ഉണ്ട്. 3 മാർക്കാണ്. ഇതിന്റെ അകത്ത് പ്രത്യേകിച്ച് 1 വേർഡ് ഒന്നുമില്ല, സ്റ്റേറ്റ്മെന്റ് രൂപത്തിലാണ് നമുക്ക് എന്ത് കാണാൻ സാധിക്കുക, ഈ ചാപ്റ്റർ കാണാൻ സാധിക്കുക. അപ്പൊ ഹിസ്റ്ററിയിൽ 9 ചാപ്റ്റർ പഠിക്കേണ്ട രീതിയാണിത്. അടുത്ത നമുക്ക് ജോഗ്രഫിയിലേക്ക് പോകുന്ന സമയത്ത് ജോഗ്രഫിയിൽ ഒട്ടാകെ മക്കളെ 8 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ജോഗ്രഫിയിൽ ഒട്ടാകെ 8 ചാപ്റ്റേഴ്സ് ആണ്. അതിനകത്ത് ഫസ്റ്റ് ചാപ്റ്റർ ഇസ് വെരി ഇമ്പോർട്ടന്റ്. കാരണം ഫസ്റ്റ് ചാപ്റ്ററിൽ വെയിറ്റേജ് തന്ന 6 മാർക്കാണ്. നമ്മളെ ക്ലൈമറ്റ്, എന്താ പറയാ, ക്ലൈമറ്റും അതുപോലെ കാലാവസ്ഥയും ഒക്കെയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു എസ്സേ ഒക്കെ ചോദിക്കാൻ, ക്ലൈമറ്റുമൊക്കെ ബന്ധപ്പെട്ട ഒരു എസ്സേ ഭാഗം ഇതിൻ്റെ അകത്തും ചോദിക്കാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ പ്രധാനമായി ക്ലൈമറ്റിക് റീജിയൻ എന്ന് വെച്ചാൽ ഏകദേശം 8 ക്ലൈമറ്റിക് റീജിയൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന പാടാണ്. ആ 8 ക്ലൈമറ്റിക് റീജിയൻ മാത്രം അതിനെപ്പറ്റി കൃത്യമായിട്ട് ചെറിയൊരു ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും വളരെ സിമ്പിളായി നമ്മൾ തീർക്കാൻ പറ്റും. അടുത്ത പ്രധാനമായി റെയിനി ഫോറസ്റ്റ് ദ ലാൻഡ് പറഞ്ഞു എന്ന് വെച്ചാൽ 4 മാർക്കാണ്. തേർഡ് ചാപ്റ്റർ 4 മാർക്കാണ് വെയിറ്റേജ്. അത് ജസ്റ്റ് നമ്മൾ വായിച്ചു നോക്കിയാൽ മതി. പിന്നെ ഇതിന്റെ അകത്ത് കൺസ്യൂമർ റൈറ്റ് ആൻഡ് പ്രൊട്ടക്ഷൻ അല്ലെ, നമുക്ക് അതിന്റെ അകത്ത് കുറച്ച് നിയമങ്ങളും അതിന്റെ സവിശേഷതകളും പഠിച്ചാൽ തന്നെ ചാപ്റ്ററിനകത്ത് ഏകദേശം ഒക്കെ ഓക്കെ. അതിന് 4 മാർക്കാണ് മക്കളെ വെയിറ്റേജ്. അടുത്തത് മണി ആൻഡ് ദ എക്കണോമി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 മാർക്കാണ് വെയിറ്റേജ് ഉണ്ടെങ്കിലും വളരെ സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റർ ആണിത്, മണി ആൻഡ് എക്കണോമി. അതുപോലെ തന്നെ 4th ചാപ്റ്ററിന്റെ കൺസ്യൂമർ, ഉപഭോക്താക്കളുടെ പ്രധാനമായ നിയമമൊക്കെയുമായി ബന്ധപ്പെട്ട ഈ 2 ചാപ്റ്റർ വളരെ സിമ്പിൾ ആയി നമുക്ക് തീർക്കാൻ സാധിക്കും. പിന്നെ നമുക്ക് ചേഞ്ചിങ് എർത്തിന്റെ നമുക്ക് കുറെ എക്സോഗമിക്, എൻഡോഗമിക് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇതിന്റെ അകത്ത് ഒരു 6 മാർക്ക് അത്യാവശ്യം നല്ല വെയിറ്റേജ് ആ ചാപ്റ്ററിനുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഈ 2 ചാപ്റ്ററിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അത്യാവശ്യം വലിയ ചാപ്റ്റർ ആണെങ്കിലും പഠിക്കാൻ വളരെ സിമ്പിൾ ആണ്. എന്ന് വെച്ചാൽ ഒരു ചാപ്റ്ററിന്റെ വെയിറ്റേജ് 4ഉം ഒരു ചാപ്റ്ററിന്റെ 5ഉമാണ്. എന്ന് വെച്ചാൽ ഇതിനകത്ത് പ്രധാനമായി ഇന്ത്യൻ എക്കണോമി എന്ന് വെച്ചാൽ അധികം ഒന്നും പഠിക്കാല്ല, കുറച്ച് സ്റ്റേറ്റ്മെന്റും കുറച്ച് എന്താ പറയുക ഓരോന്നും കാണേണ്ട രീതി മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. രണ്ടാമത് ടുവേർഡ് ദ സസ്റ്റൈനബിലിറ്റി എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് റിസോഴ്സസുകളെ കുറിച്ച് പഠിക്കുന്ന ചാപ്റ്റർ ആണ് ലാസ്റ്റ് ചാപ്റ്റർ. ഈ ഒരു രീതിയിൽ എന്ന് വെച്ചാൽ നമ്മൾ വെയിറ്റേജ് നോക്കി നമുക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന
പാഠങ്ങൾ നമ്മൾ ആദ്യം കീഴടക്കിക്കൊണ്ട് പിന്നീട് എന്ത് ചെയ്യുക, പതുക്കെ പതുക്കെ മാർക്ക് കുറവുള്ളതിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സോഷ്യൽ സയൻസിൽ 72 മുകളിൽ സുഖമായിട്ട് വാങ്ങാൻ സാധിക്കും. അപ്പം ഇത് കൂടാതെ നമുക്ക് ഒരു 4 മാർക്കിന്റെ മാത്സ് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അപ്പം നിങ്ങൾ ഏകദേശം എന്ത് ചെയ്യുക, ഈ ഒരു രീതിയിൽ ഈ ഒരു വെയിറ്റേജ് ബേസിൽ പ്രധാനമായും നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പരീക്ഷയ്ക്ക് ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻ വരിക. ഏകദേശം 1 മുതൽ 8 വരെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആയിരിക്കും. എന്ന് വെച്ചാൽ ഇതിന്റെ അകത്ത് കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം, ഉത്തരം എഴുതണം. എന്നുവെച്ചാൽ ഈ 8 മാർക്കും നിങ്ങൾക്ക് വളരെ പ്രാധാന്യപ്പെട്ടാണ്. 8 മാർക്ക് നമ്മുടെ ടെസ്റ്റുകളുടെ ഉള്ളിലുണ്ട്, അതൊക്കെ നമുക്ക് ശരിയാക്കാം. കാരണം 8 മാർക്ക് പോയാൽ തന്നെ നമ്മൾ A+ പോയി. അപ്പൊ ഒരിക്കലും അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ സുഖമായിട്ട് കിട്ടും 8 മാർക്കും. രണ്ടാമത്തത് 9 മുതൽ 15 വരെയുള്ള ക്വസ്റ്റ്യനില് 2 മാർക്കാണ്. അത് ഏകദേശം 7 എണ്ണം നമുക്ക് എഴുതാനുണ്ട്. വെച്ചാൽ 2 മാർക്കിന്റെ ഏകദേശം 7 ക്വസ്റ്റ്യൻ നമുക്ക് എഴുതാനുണ്ട്. പിന്നീട് 16 മുതൽ 29 വരെയുള്ള ക്വസ്റ്റ്യന്റെ അകത്ത് ഏകദേശം 3 മാർക്കാണ് നമ്മളോട് ചോദിക്കുന്നത്. അതിനകത്ത് 8 ക്വസ്റ്റ്യൻ എഴുതാനുണ്ട്. പിന്നീട് 24 മുതൽ 29 വരെയുള്ളതിൽ 4 മാർക്കിനാണ് ഏകദേശം 6 ക്വസ്റ്റ്യൻ നമ്മൾ എഴുതാനുണ്ട്. 2 എസ്സേ ക്വസ്റ്റ്യൻ, ഒന്ന് ഹിസ്റ്ററിന്നോ രണ്ടാമത്തത് ജോഗ്രഫിന്നും ആയിരിക്കും മനസ്സിലാക്കുക. അങ്ങനെ ഒട്ടാകെ 10 മാർക്ക്, ഒട്ടാകെ 80 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. അപ്പം ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ പരീക്ഷയ്ക്ക് പഠിച്ചെടുക്കാം. ഓക്കെ, സി യു, ബൈ ബൈ.